ഇഞ്ചക്ഷൻ കുത്തിവെപ്പുണ്ടല്ലോ, 2 നിലക്കുണ്ട്. രോഗസംബന്ധിയായിട്ടുള്ള ഇഞ്ചക്ഷൻ അത് നോമ്പിനെ മുറിക്കില്ല. എന്നാൽ നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് പകരം നമുക്ക് ഗ്ലൂക്കോസ് പോലുള്ളതൊക്കെ ആണെങ്കിൽ മരുന്നല്ലാത്ത, രോഗത്തിനുള്ള മരുന്നല്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് പകരം നിൽക്കുന്ന പോഷകങ്ങളാണ് കുത്തിവെക്കുന്നത് എങ്കിൽ അത് നോമ്പിനെ മുറിക്കും. എന്നാൽ മരുന്നൊക്കെയാണ് എങ്കിൽ, രോഗത്തിനുള്ള മരുന്നാണ് എങ്കിൽ ഇഞ്ചക്ഷൻ കൊണ്ട് നോമ്പ് മുറിയില്ല. അതാണ് ശരിയായ പണ്ഡിതാഭിപ്രായം. കാരണം അത് ഒരിക്കലും നമ്മുടെ വയറ്റിൽ ചെലുത്തുന്ന, ഉദരത്തിൽ ചെലുത്തുന്ന ഭക്ഷണമോ പാനീയമോ അല്ല, രോഗത്തിനുള്ള മരുന്നാണ്. അതുകൊണ്ട് തന്നെ നോമ്പ് മുറിയില്ല. പക്ഷേ സൂക്ഷ്മത എന്താണ്? ഇത്തരം ഇഞ്ചക്ഷനുകളൊക്കെ നോമ്പുകാരാണ് എങ്കിൽ മഗ്‌രിബിക്ക് ശേഷം ഫജ്റിന് മുമ്പായിട്ട് നിർവഹിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി ആരെങ്കിലും ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ രോഗകാരണത്താലാണെങ്കിൽ അതിൻ്റെ പേരിൽ നോമ്പ് മുറിയില്ല.